ചേട്ടാ എവിടുന്നായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്? എവിടെയായിരുന്നു ചേട്ടാ? ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്നത് ആ ചെറിയ ആ തെങ്ങിന്റെ എങ്ങനെയായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്? കമന്ന് കിടക്കായിരുന്നു. കമന്ന് തോട്ടിലേക്ക് തല മുട്ടിയിട്ടില്ല, തോട്ടിലേക്കായിട്ട് കമന്ന് കിടക്കുകയായിരുന്നു. ശനിയാഴ്ച കാണുന്നത് അല്ലേ? വൈകുന്നേരം ഒരു 5 മണി സമയത്തൊക്കെയാണ് മൃതദേഹം കാണുന്നത്. അതിനു മുമ്പ് കുട്ടികൾ അവിടെ കണ്ടിരുന്നു. കുട്ടികൾ കണ്ടവര് ആരോ വെള്ളമടിച്ച് കിടക്കുക എന്നുള്ളതിൽ അവർ പോയി. പിന്നീട് അവർ കുറെ കഴിഞ്ഞ് പിന്നെ വന്നപ്പോഴും പിന്നെയും കിടക്കുന്നതുകൊണ്ടാണ് അടുത്തുള്ളൊരു ചേട്ടനെ വിളിച്ച് കാണിക്കുകയായിരുന്നു. അങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ കാണുന്നത്. ഈ ദിനേശ് എന്ത് ജോലി ചെയ്യുന്ന ആളായിരുന്നു? എങ്ങനെയുള്ള ആളായിരുന്നു? അയാൾ മരം വെട്ടും തെങ്ങ് കയറാനും അങ്ങനെ കൂലിപ്പണിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. ഇപ്പുറത്ത് താമസിക്കുന്ന വീട്ടുകാരോ അവരും ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളുകളാണ്? ഇവരൊക്കെ കുറച്ചു കാലമായുള്ളൂ ഇവിടെയൊക്കെ വീടായിട്ട്. പണ്ട് ഇങ്ങനെ ഈ പാടശേഖരം മുഴുവൻ അങ്ങായിട്ട് ഒന്നിച്ച് കിടക്കാണ്. അപ്പൊ അടുത്ത് കുറച്ചു കാലമായിട്ടാണ് ഇങ്ങനെ വീടുകളൊക്കെ ചെറിയ വീടുകളൊക്കെ വന്ന് താമസിക്കാൻ തുടങ്ങി എല്ലാവരും. എന്താണ് ഈ ദിനേശിനോട് എന്താണ് ഇത്ര ഒരു ശത്രുത വരാനുള്ള ഒരു കാരണം? എന്തെങ്കിലും അറിയാം? അങ്ങനെയൊക്കെ കാരണങ്ങളായിട്ട് പറയുന്നില്ല. നാട്ടുകാരുടെ ഒരു സംസാരത്തിൽ പല പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എന്താണെന്നുള്ള കൃത്യമായിട്ട് നമുക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. നിങ്ങൾ കൊലപാതകമാകുമെന്ന് ഇപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു? കൊലപാതകമാകുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഇവിടെ കിടക്കുന്ന സമയത്ത് മുഖത്തൊക്കെ ഒരു ബ്ലഡിന്റെ മയമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു സംശയം അന്നേരം തന്നെ ആൾക്കാർ അവിടെ പറയുന്നുണ്ടായിരുന്നു. കണ്ട ബോഡി കണ്ട സമയത്ത് കയ്യിലുമൊക്കെ ഒരു ചെറിയ മുറിവൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഈ ഷോക്ക് അടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു? ഇല്ല, അവിടെ വൈദ്യുത ബന്ധമായിട്ട് യാതൊരു വിധ ഇതും അവിടെ ആ ഭാഗത്തില്ല. ഒരുപാട് പോകണോ സ്ഥലം? ഇല്ല, ഇവിടുന്ന് ജസ്റ്റ് കാണില്ലാത്ത എങ്ങനെ നിൽക്കുന്നത്. കിരണിന്റെ അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ നിന്ന് അധികം ദൂരെ അല്ലാത്ത സ്ഥലത്താണ് മൃതദേഹം കിടന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന സ്ഥലത്താണ്, അതായത് ആ ടവർ നിൽക്കുന്ന ആ ഭാഗത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ഒഴിഞ്ഞ പ്രദേശമാണ്. പഴയ പാടശേഖരം നികത്തി, എന്നാൽ പൂർണ്ണാർത്ഥത്തിൽ നികത്താത്ത രീതിയിൽ ഇങ്ങനെ കിടക്കുന്ന ഒഴിഞ്ഞൊരു പ്രദേശമാണ്. ഇവരുടെ വീട്ടിൽ നിന്നൊരു ഒരു 200-300 മീറ്റർ മാറിയാൽ മതി. കാരണം ഈ ഒഴിഞ്ഞ പ്രദേശമായതുകൊണ്ട് തന്നെ കുട്ടികൾ ഇവിടെ കളിക്കാനും മറ്റും ഒക്കെ ആയിട്ട് എത്തുന്നത്. അങ്ങനെ കുട്ടികൾ കളിക്കാൻ എത്തിയപ്പോഴും ഇത് ഒരു പക്ഷേ ആരോ കള്ളു കുടിച്ച് കിടക്കുന്നതാകാം എന്നുള്ളൊരു സംശയമായിരുന്നു കുട്ടികൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോഴും ആരാ കിടക്കുകയാണ്, അവരെ എഴുന്നേറ്റ് പോകും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്താണ് മൃതദേഹം കിടന്നത്. അതുപോലെ ഒരു പക്ഷേ നമുക്ക് ഒരു വലിയ 11 kV ലൈൻ പോകുന്ന ഒരു ടവർ കാണാം. ഒരു പക്ഷേ ആ ലൈൻ അല്ലാണ്ട് മറ്റു യാതൊരു വിധമായ വൈദ്യുതി ഏൽക്കാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിൽ വൈദ്യുതിയാഘാതമേറ്റാണ് മരണകാരണം എന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലീസിന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തുകയും ഈ ഉദ്യോഗസ്ഥരുടെ ഇക്കാര്യം പറയും. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ കൊലപാതകത്തിൻ്റെ വിവരം പുറത്തു വരുന്നത്. ഒരുപക്ഷെ കിരണിൻ്റെ കിരണും കിരണിൻ്റെ അമ്മയും ഇദ്ദേഹവുമായിട്ടുള്ളൊരു ബന്ധം ചോദ്യം ചെയ്തതാകാം തർക്കത്തിന് കാരണം എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ അടക്കം പറയുന്നത്. അത് സംബന്ധിച്ചുള്ളൊരു തുറന്നു പറച്ചിൽ ആരും നടത്തുന്നില്ല. സ്വാഭാവികമായിട്ട് തന്നെ ആളുകൾക്ക് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടാകും. എന്തായാലും ഇത് എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് അല്പസമയത്തിനകം DYSPയോ SP വാർത്താസമ്മേളനം നടത്തി പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രഘുനാഥ് നാരായണനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വാടക്കൽ എന്ന സ്ഥലത്താണ് ദിനേശ് എന്നയാൾ കൊല്ലപ്പെട്ടത് ഷോക്കടിച്ച് മരിച്ചു എന്ന നിലയിലാണ് കണ്ടെത്തിയത്. പിന്നെയുണ്ടായ സംശയത്തെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ് കൊലപാതകിയത് തൊട്ട അയൽവാസിയായ കിരൺ എന്ന ചെറുപ്പക്കാരനാണ് കൊലപാതകി എന്ന് കണ്ടെത്തിയത്. അതിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് പോയി എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. സ്ഥലത്ത് മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തും ഇരുവരുടെയും വീടുകളിലുമൊക്കെയാണ് കിരണിനുമായി ഇപ്പോൾ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുന്നത്. നാട്ടുകാരും അവിടെ കൂടിയിട്ടുണ്ട്. അധികം താമസിയാതെ ഒരുപക്ഷേ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം പോലീസ് എന്താണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം.